പോയോ? എന്താ നോക്കുന്ന? എന്റെ മേലെ അയാള് വന്ന് വീണേനെ ഞാൻ എന്ത് ചെയ്യാനാ? അപ്പൊ ആ ഗിരിജയുടെ ഒരു ചോദ്യം കേട്ടില്ലേ, പ്രേമം തോന്നുന്നുണ്ടോന്ന്? പിന്നെ കാണാനൊരു രസമൊക്കെ ഉണ്ടല്ലേ എന്ന് വെച്ച് മേലെ വന്ന് വീഴുന്നവരെയൊക്കെ പ്രേമിക്കാൻ നോക്കുവോ? എനിക്കങ്ങനെയൊന്നുമില്ല കേട്ടോ. നീ പൊയ്ക്കോ. കറണ്ടില്ലേ? ഓ, ഒരു കത്തി തരൂ. ആ കത്തി ഒന്ന് മേടിച്ചു തരാൻ. പേടിക്കണ്ട, വെട്ടാനും കുത്താനും ഒന്നും അല്ല. മോളിലത്തെ സ്വിച്ച് ബോർഡ് ഒന്ന് അഴിച്ചു തന്നാക്കാനാ. കറണ്ടില്ല, പിന്നെന്തിനാ സ്വിച്ച് ബോർഡ് ഓണാക്കുന്നത്? ഓ, നിങ്ങളുടെ നാട്ടിൽ ഒരിക്കൽ കറണ്ട് പോയ പിന്നെ വരത്തില്ല? ഇലക്ട്രിക് കണക്ഷൻ ഉള്ളിടത്തൊക്കെ വരും. മനസ്സിലായില്ല. ഇലക്ട്രിസിറ്റി ബോർഡുകാര് ഈ വീട്ടിലെ ഫ്യൂസ് ഒരുക്കൊണ്ട് പോയിട്ട് വർഷം 2 കഴിഞ്ഞു. ഇവിടുത്തെ വയറിംഗ് മുഴുവൻ മാറ്റിയാലേ കറണ്ട് തരുന്ന അവർക്ക് വാശി. അങ്ങനത്തെ കറണ്ട് വേണ്ടെന്ന് ഞങ്ങൾക്കും വാശിയായി. ദേ, വെറുതെ കത്തിയും വാളൊക്കെ കൊണ്ടുപോയിട്ട് വിഡിതം കാണിക്കല്ലേ. കത്തി അണ്ണ എന്നോട് ചോദിച്ചേ ടോമി ആയിട്ട് എന്താണെന്ന്. എന്നിട്ട് ഒന്ന് വെറുതെ ഇത് തൂത്തുവാരാനും വെള്ളം കോരി വെക്കാനും ഒരാൾ വേണമെന്ന് പറഞ്ഞില്ലേ, അതിനുവേണ്ടി ഞാൻ വിളിപ്പിച്ചതാ. ഓ, ഇന്നത്തേക്ക് എത്രയും മതി, കുട്ടി പൊയ്ക്കോളൂ. ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഈ നാട്ടിലെ വിശേഷങ്ങൾ ഒത്തിരി വായിച്ചറിഞ്ഞിരിക്കുന്നു. വിവാഹം കഴിക്കാത്ത അമ്മമാര് ഇവിടെ ഒരുപാടുണ്ടെന്ന്. ഓഫീസിലെ തൂപ്പ് ജോലി കൂടി കൊടുത്തപ്പോ ടോമിയുടെ മോഹം കുറച്ചുകൂടി എളുപ്പമായി. അയ്യോ, സാറിന് തെറ്റിദ്ധരിച്ചിരിക്കുക. താളുവിനെ ഞാൻ നശിപ്പിക്കില്ല. കല്യാണം കഴിക്കും. ആദ്യം എന്റെ അമ്മയും പെങ്ങളെയും കണ്ടുപിടിക്കണം, അത് കഴിഞ്ഞിട്ട് കല്യാണം. സാറിന് എന്നെ വിശ്വസിക്കാം. എന്റെ കഴുത്തിന് ജീവനുണ്ടെങ്കിൽ ഞാൻ താളുവിനെ കെട്ടും. എങ്കിൽ ചെറുവണ്ണൂർ കൃഷിഭവനിലെ പാർട്ട് ടൈം സ്വീപ്പറുടെ ജോലി ടോമിയുടെ താളുവിന് ഉറപ്പിച്ചിരിക്കുന്നു. കേസ് അന്വേഷിക്കാൻ വന്ന ഞാൻ ഇവിടെ സ്ഥിരതാമസമാക്കി SI അറിഞ്ഞു എന്ന് പറയുന്നത് കേട്ടു. സ്നേഹമുള്ള ഭർത്താക്കന്മാർ അങ്ങനെയാണെന്ന് ആ SIയോട് പറഞ്ഞേക്ക്. ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് കിഷോറെ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡാഡിനെ വിളിക്കാവൂന്ന്. പറഞ്ഞ അനുസരിക്കില്ലല്ലേ? അതെങ്ങനാ നിങ്ങളുടെ അതേ സ്വഭാവം അവനും കിട്ടിയിരിക്കുന്നത്. സോപ്പ്, ചേർപ്പ്, കണ്ണാടി, കരിവള, തരിവള, കുപ്പിവള, വളകൾ, മാലകൾ, സോപ്പ്, ചേർപ്പ്, ആ മധുര 17ന്റെ മണിമുറ്റത്ത് പടച്ച തമ്പുരാനെ, മനുഷ്യന്മാരെ ഹാല് ഇത്രേ ഉള്ളൂ. അല്ല ഓമനെ, നീ പറഞ്ഞ മറ്റേ കരിമണിമാല ഉണ്ട്, വേണോ? തന്റെ മണി ഇങ്ങനെയൊന്നും വേണ്ട, പോടാ അവിടുന്ന്. വലിയ ദേഷ്യക്കാരനാ. ഇപ്പൊ പൊയ്ക്കോ, ഞാൻ പിന്നെ വാങ്ങിക്കാം. ഓമനെ, ഈ ഹോട്ടലിനൊക്കെ എന്തെങ്കിലും തിന്നാലേ പൈസ അല്ലെങ്കിൽ വിറക് കിറിക്കുക, വെള്ളം കോരിക്കലൊക്കെ ഉണ്ട്. ഇത് അതുപോലത്തെ അഡ്ജസ്റ്റ്മെന്റ് ആണോ? ഇത് അതൊന്നുമല്ല, എന്റെ ഹസ്ബൻഡാ. എന്ത് വേണ്ട? വളകൾ, മാലകൾ, സോപ്പ്, ചീർത്ത്, മൂർച്ചയുമില്ല. കറണ്ട് വന്നു. ഉത്തരത്തി നോക്കിക്കാൻ നമുക്ക് കറണ്ട് വന്നു. കറണ്ട് വന്ന് എടുത്തേ. കഴിഞ്ഞ 2 വർഷമായിട്ടില്ലാത്ത കറണ്ട് നമുക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന്? വല്യമ്മ നല്ല ആളാ. ഞങ്ങളോട് ആരോടും പറയാതെ ഇലക്ട്രിസിറ്റി ബോർഡിൽ പോയി പണം കിട്ടി ഇല്ലേ? ഞാനല്ല, ശിവൻകുട്ടി സാറാ പണം കെട്ടിയത്. കെട്ടിക്കഴിഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത് തന്നെ. ഈ ബാധ്യതകളെല്ലാം കൂടി. പിന്നെ റീവയറിങ്ങിന്റെ പ്രശ്നം കൊണ്ട് മാത്രമല്ല ഫ്യൂസ് ഊരിയത്. 2000 രൂപ കുടിശ്ശിക അടയ്ക്കാനുണ്ട്. അത് 4 വട്ടമായിട്ട് അടയ്ക്കണം. 2 ഗഡു ഞാൻ അടച്ചു. പിന്നെ പുതിയ മീറ്റർ, മെയിൻ സ്വിച്ച്, എർത്ത് വയർ, ബൾബ് എല്ലാം കൂടി 1000. മൊത്തം 2000 രൂപ. ദാ പിടിച്ചോ. ആ ഫ്യൂസ് കുത്താമെന്ന ലൈൻമാൻ ഇവിടെ ഒരു കാർഡ് തന്നെന്ന് പറഞ്ഞല്ലോ, അതെവിടെ? ഫ്യൂസ് കുത്താൻ വന്ന ആളെ കണ്ടില്ല. ഞങ്ങൾ ആരും ഇവിടെ ഇല്ലായിരുന്നു. അത് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ. പണം അടയ്ക്കുന്നത് ഞാനാണെന്ന് അറിഞ്ഞാൽ ഫ്യൂസ് കുത്താൻ വരുന്നവരുടെ ഫ്യൂസ് നിങ്ങൾ എടുത്താലോ എന്ന് പേടിച്ചിട്ടാ. ഇപ്പൊ വിഡിതം പറ്റിയ ആർക്കാണെന്ന് വല്ല പിടിയും കിട്ടിയ?
2000 രൂപ ബില്ലടച്ചൊരു ഗമ. അയാളുടെ സൗജന്യം നമുക്ക് വേണ്ട. ഈ ചില്ലറ കാശ് കൊണ്ട് എന്താകാനടി? ഇപ്പൊ ഉള്ളത് കൊടുക്കാം. ഒരു 10-55 രൂപയെങ്കിലും കാണും. എണ്ണി നോക്കട്ടെ. ഉം. നിങ്ങൾ ഇലക്ട്രിസിറ്റി ഓഫീസിൽ കൊടുത്ത തുകയിൽ വരവ് വെച്ചോളൂ. ഇത് 90 രൂപ 75 പൈസയുണ്ട്. ബാക്കി ഗഡുക്കളായിട്ട് തന്നുകൊള്ളാം. നിങ്ങളുടെ സൗജന്യം വേണ്ട. കാശ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പിരിക്കുന്നത് ഞാനല്ല, ഇലക്ട്രിസിറ്റി ബോർഡാ. എനിക്ക് എന്റെ പണം ഒറ്റ ഗഡുവായിട്ട് തിരിച്ചു കിട്ടണം. എന്നാ പിടി. എടോ നോക്കിക്കാതെ കാശ് പിടിക്കാൻ. എടോ തന്നോടാ പറഞ്ഞ കാശ് പിടിക്കാൻ. അപ്പോട്ടാ എന്താ കുട്ടി? മോളിലുള്ള ആളുടെ കയ്യിൽ നിന്ന് ആ കുങ്കുമം വീക്കിൽ എന്ന് വാങ്ങിത്തരുമോ? അത്രേ ഉള്ള. അതെ, മോളിലുള്ളയാള് കള്ളനാണോ കൊലപാതകയാണോ എന്നറിയാതെ എങ്ങനെയാ വാരിക വയ്ക്കുന്നത്? പിന്നെ മോളിലുള്ളയാള് വാങ്ങിയ വാരിക മോളിലുള്ളയാളിനെ വായിക്കാനുള്ളതാ, അല്ലാതെ വിവരമില്ലാത്ത പൈങ്കിളിക്കാർക്ക് വായിക്കാനുള്ളതല്ല. കേട്ടാ? വാ. വിഷമിക്കണ്ട, വെറുതെ പറഞ്ഞതാ. മോശമായിപ്പോയി, പാവം പിള്ളേര്. പാവോ? ആ രാധ എന്ന് പറഞ്ഞ കുട്ടിയുണ്ടല്ലോ, കുറച്ച് തലക്കനമുള്ള കൂട്ടത്തില. പറഞ്ഞു കേട്ടില്ലേ? മോളിലുള്ളയാള്. എല്ലാരും വിളിക്കുന്ന പോലെ സാറെന്നോ ഏട്ടാന്നോ ഒക്കെ വിളിച്ചാലെന്താ? പെൺകുട്ടികളായ കുറച്ച് ബഹുമാനവും വിനയവും ഒക്കെ വേണം. എന്തോ ഒരു കൂടിയ ഉൽപ്പന്നമാ താനെന്ന അതിന്റെ വിചാരം. സാറ് ചുമ്മാ കൊച്ചു കുട്ടികളെ പോലെ. ഞാനിനി എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും? ഓ, അല്ല, അവരുടെ ഭാഗത്തും തെറ്റുണ്ട്. ആ എന്തോ ഒരു കൂടിയ ഉൽപ്പന്നമാ താനെന്ന അതിന്റെ വിചാരം. സാറ് ചുമ്മാ കൊച്ചു കുട്ടികളെ പോലെ. ഞാനിനി എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും? ഓ, അല്ല, അവരുടെ ഭാഗത്തും തെറ്റുണ്ട്. ആ ക്ഷമിക്കണം.